back our channel. It's me Hasibide. ഇന്ന് നമ്മളെ നാട്ടിൽ നമ്മളെ അയൽവാസിയിലുള്ളവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കട്ടെ. അവർ വന്നാൽ ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ എല്ലാവരും വന്നൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ അടുത്ത വീട് തന്നെയാണ്. എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഇവിടെ ഇക്കാൻ്റെ ഫ്രണ്ട്സുകളാണ്, അവരെ ഹസ്ബൻഡുമാർ. അപ്പോൾ അവർ വന്നിട്ടുള്ള ബാക്കി വീഡിയോസൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കുക. മുന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനിവിടെ ഇക്കാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, റസൽ ഗെയിമിൽ. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അവിടെ ഒരു 2 വർഷം, അപ്പോൾ വിസ അടിച്ചിട്ട് 2 വർഷത്തിനാണ്. 2 വർഷം ഒന്നും നിൽക്കില്ല, ഇടയ്ക്ക് പോയി വന്നു അങ്ങനെയൊക്കെ നിൽക്കും. പിന്നെ ഇപ്പോൾ ഇവർ വരുന്നത് ദുബായിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അവർ ദുബായിലാണ്. കഴിഞ്ഞിപ്പം അടുത്ത 3-ാം തീയതി 4-ാം തീയതി അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് പറഞ്ഞപ്പോൾ പിന്നെ ഒന്ന് എന്നെ കാണാൻ അങ്ങനെ വരികയാണ്. പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളെ സപ്പോർട്ടുണ്ട് ഒരുപാട്, മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ നമുക്ക് കുറേ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ വന്നവർ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്താൻ്റെ സ്ഥലം എവിടെയാണ്, ഇത്ത എവിടെയാണ് എന്നൊക്കെ. നമ്മൾ മലപ്പുറം തിരൂരാണ്, ചമ്പ്രാട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇക്കാൻ്റെ വീട്. എൻ്റെ വീട് പുറത്തൂർ പടിഞ്ഞാറക്കര, തിരൂർ ആ ഭാഗത്ത് തന്നെയാണ്. പിന്നെ എനിക്ക് എത്ര മക്കളാണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു മോനാണ്, അവന് ബാംഗ്ലൂർ പഠിക്കുകയാണ്, BSc നഴ്സിങ്ങിന്. അപ്പോൾ ഇതിപ്പോൾ പുതിയ ഫ്രണ്ട്സുകൾ വന്ന് ഞാൻ ആദ്യം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വീഡിയോയിൽ മോനുണ്ട്. അവനങ്ങനെ വല്ലാതെ വീഡിയോയിലൊന്നും പെടാറില്ല. ഇപ്പം അന്ന് ആ വീഡിയോയിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൽ എൻ്റെ കൂടെ ഉള്ളത് അതാണ് എൻ്റെ മോന്. BSc നഴ്സിങ് ലാസ്റ്റ് ഇയറാണ് അവന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊന്നും കൂടുതൽ വന്നവിടെ നിൽക്കില്ല. അവർക്ക് ഒരു 15 ദിവസം 1 മാസത്തിനൊക്കെ അവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് അങ്ങനെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇക്ക ഷോപ്പിൽ പോയതാണ്. ഇക്ക ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മളെ ഷോപ്പിലുള്ള ഒരാൾ നമ്മളെ ഫാമിലി പെട്ടത് തന്നെയാണ്. ഒരാൾ അവൻ്റെ ഒപ്പം മരിച്ചിട്ട് പോയതാണ്, അവൻ വന്നിട്ടില്ല. അപ്പോൾ 3-ാം തീയതി വരുള്ളൂ. അപ്പോൾ ഇക്ക അതുവരെ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ കഴിഞ്ഞാലൊന്ന് ഫ്രീ ആവും. അപ്പോൾ ഇനി നമ്മളെ പറഞ്ഞല്ലോ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ടെന്ന്, അവർ വന്നിട്ട് ഉള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. പിന്നെ അവർ പറഞ്ഞിരുന്നു ഫുഡൊന്നും ഉണ്ടാക്കണ്ട, അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്, ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവർ ചോദിച്ചിട്ടുണ്ടാവുക എൻ്റെ കൂടെ ചെറിയ മക്കൾ ഉണ്ടായിരുന്നല്ലോ വീഡിയോയിൽ, അവരെ കണ്ടിട്ടാവും. പിന്നെ അത് അനിയൻ്റെ മക്കളാണ്, ഇക്കാൻ്റെ അനിയൻ്റെ മക്കളാണ് അവർ. അവർക്ക് ഭയങ്കര കാര്യമാണ് എന്നെ. സ്കൂളിൽ പോകുമ്പോഴും എന്നോട് വന്ന് സലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. സ്കൂളിട്ട് തിരിച്ച് വരുമ്പോഴും ബസ് ഇറങ്ങി വരുമ്പോൾ നമ്മളെ വീടിൻ്റെ കൂടെയാണ് പോവുക. എന്നിട്ട് അവിടെ അപ്പോഴും തിരിച്ച് വന്ന് എന്നോട് കുറച്ച് സംസാരിച്ച് സലാം പറഞ്ഞ് എന്നിട്ടൊക്കെയാണ് അവരുടെ വീട്ടിൽ കണ്ടെത്തുള്ളൂ. അടുത്ത് തന്നെയാണ് വീട്, 4 വീടും അടുത്ത് തന്നെയാണ്. അപ്പം ഇങ്ങനെ നശ്വ, നേഹ, നെയ്ലു, അൻഫു, നശ്വാക്കും നേഹക്കൊക്കെയാണ് ഭയങ്കര മിസ്സിങ്. ഇവിടെ അടുത്തുണ്ട് കേട്ടോ, ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾക്കിങ്ങനെ കുട്ടികളുള്ളപ്പോൾ രസമാണല്ലോ. അപ്പോൾ അവരെല്ലാവരും വൈകുന്നേരം ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് പോകും, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇതാ നമ്മൾക്ക് ഗസ്റ്റ് വരുന്നുണ്ട് എന്നിട്ട് അവരെത്തിയിട്ടുണ്ട്. രാത്രി ആയിക്കണം അവർ വന്നപ്പോൾ. അപ്പോൾ 2 ടീം ഉണ്ടാവുന്നു വേണ്ട, ഒരു ടീം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രാത്രിയായി എത്താൻ. ഇതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് അങ്ങനെ കാണാൻ വന്നതാണ്. വരണമെങ്കിൽ 11:30 1-ാം തീയതി ഒക്കെ അല്ലേ. 1-ാം തീയതി ഒന്ന് ശനി
അപ്പോൾ ഇതാണ് ബഷീർ കേട്ടോ, എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് നമ്മളെ അയൽവാസിയാണ്. ഇവളെ ഹസ്ബൻഡ് മുത്തു, അവന് ഇക്കാൻ്റെ ഫ്രണ്ടുമാണ്. ഇവൾക്ക് 2 മക്കളാണ്, മലിയും ഫമിയും. അപ്പോൾ ഫമി ഇവരെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ 20 ദിവസം നിന്നിട്ട് ക്ലാസ് ഉള്ള കാരണം അവൾ പോയി. ഇപ്പോൾ മലി ഇവരെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവൾക്ക് പോകാനായപ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്, എന്നാലും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ്. എങ്ങനെയായാലും നാട്ടിലേക്ക് എത്തിയല്ലേ, അപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയായാലും ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പിരിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര ഇതല്ലേ. ഇവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, സത്യം പറയാലോ. ഞാൻ ഇവർ പോകുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഇവർ വന്ന് നമ്മൾക്ക് നാട്ടിൽ നിന്ന് കാണുന്ന പോലെ അല്ലല്ലോ അല്ലേ, നമ്മൾക്കിങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ നമ്മളിങ്ങനെ ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ ഒരു പ്രവാസത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. അങ്ങനെ ഉള്ളവർ, അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ പ്രവാസത്തിൽ ഇങ്ങനെ ജീവിക്കുന്നവർ, ഇങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ഇവർ വന്ന് ചായയൊക്കെ കൊടുത്ത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് കൊണ്ട് ചായ കൊടുത്ത് കേട്ടോ, ചായയും കടയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസൊക്കെ കൊടുത്ത്, പിന്നെ ഇത് കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുത്തു അവർ പിന്നെ അവിടെ ഇക്കാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഷോപ്പിലേക്ക് പോയിട്ട് അവർ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതുവരെ ഞാനും പക്ഷേ ഞങ്ങളിങ്ങനെ ഓരോ കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് കണ്ട അതുപോലെ തന്നെ ഭയങ്കര സംസാരമായിരുന്നു ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് പിന്നെ ഇവർക്ക് പിന്നെ പോകാനുള്ള ഇതായും ചെയ്ത് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് പോകും വേണം. അപ്പോൾ അവർ പിന്നെ എന്താണ് പെട്ടി കെട്ടാനുണ്ട്, ഇനിയും സാധനങ്ങൾ വാങ്ങാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞവർ നിൽക്കിയിരുന്നു. അപ്പോൾ വേഗം പോകണമെന്നുള്ളത്. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ പിന്നെ ഷോപ്പിൽ നിന്ന് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. നമ്മൾ ഫ്രണ്ടൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി, നല്ലൊരു ദിവസമായിരുന്നു അന്ന്. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഞങ്ങൾ ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഷോപ്പിലേക്ക് അവർ പോവുകയാണല്ലോ. അപ്പോൾ അവർ പോകുമ്പോൾ ഞാനും കൂടി അവരെ കൂടെ വന്ന്, ഞാനും പിന്നെ അങ്ങനെ ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് അങ്ങനെ അവർ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇക്കാനൊക്കെ കണ്ട് ബഷീരൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ അവർ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അവർ പോവോളം പിന്നെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പുതിയ ഫ്രണ്ട്സുകളാരെയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.